ധന്യമീ ജീവിതം ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് നല്ലെണ്ണയെക്കുറിച്ച് ആണ്. പതിവ് പോലെ നല്ലെണ്ണ തുടങ്ങിയിട്ട് അതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയൊന്നും ആവില്ല. മുഴുവൻ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇയാൾ നല്ലെണ്ണ തുടങ്ങിയിട്ട് വേറെന്തോ കാര്യം പിടിക്കാനാണ് എന്ന്. എണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? പീടികയിൽ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണം, 1 ലിറ്റർ എണ്ണയും വേണം. എണ്ണ എന്ന് പറഞ്ഞാല് നല്ലെണ്ണ. അങ്ങനെയാണ് നല്ലെണ്ണ എന്നുള്ള പേര് വന്നത്. എള്ളിൽ നിന്നാണ് ഉണ്ടാക്കുക. എള്ളിന്റെ നെയ്, കൂട്ടണം നെയ്, അതിൽ നിന്നാണ് എണ്ണ എന്നുള്ള വാക്ക് വന്നത്. എള്ളിന്റെ നെയ്യാണ്. വെറുതെ എണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ് എന്നർത്ഥം. മണ്ണെണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും അല്ല. പല കാര്യങ്ങൾക്കും നമ്മളുടെ സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും തന്മാത്രയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. തന്മാത്രയ്ക്ക് പകരം വേറെ വാക്ക് എന്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ പൂർവജന്മായിട്ട് ബന്ധപ്പെട്ടിട്ട് മരണാനന്തര ക്രിയകൾ നടത്തുമ്പോഴൊക്കെ എള്ള് എന്ന് പറയുന്നത് അതിന്റെ ഒരു സൂക്ഷ്മ അംശം ആണ്. ഏറ്റവും സൂക്ഷ്മ രൂപത്തിലൊരു വസ്തുവാണ് എള്ള്. ബാക്കിയുള്ളത് അല്ല എന്നല്ല ഞാൻ പറഞ്ഞു. എള്ളിനെ എല്ലാ സ്ഥലത്തും വളരെ പ്രശംസിക്കപ്പെടാറ് ഉണ്ട്. അതിനെ തിലം എന്നൊക്കെ പറയും. തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ്. എള്ള് എന്ന് പറയുന്നത് തന്നെ സൂക്ഷ്മഘടന, അതിസൂക്ഷ്മമാണ്. അതിലെ സൂക്ഷ്മതല എടുത്തു തിലത്തില് ഉത്തമമായിട്ടുള്ള അംശത്തെ എടുത്തു. അപ്പൊ അതിന് തിലോത്തമാന്ന് വിളിച്ചു. തിലോത്തമ എന്നൊരു കഥാപാത്രമുണ്ട്. ലോകത്ത് വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായിട്ട് പഴയ കാവ്യങ്ങളിൽ തിലോത്തമ എന്ന കഥാപാത്രമുണ്ട്. ഉർവശി രംഭ തിലോത്തമ വളരെ പ്രശസ്തമാണ്. തിലത്തിലെ ഉത്തമമായിട്ടുള്ള പാർട്സ് മാത്രം സാംശീകരിച്ചെടുത്താണ് തിലോത്തമ. ഇതൊക്കെ ഒരു കാവ്യഭാവന എന്ന് കണക്കാക്കിയാൽ മതി. അശാസ്ത്രീയം എന്നൊക്കെ പറയാൻ വലിയ വിവരമൊന്നും വേണ്ട. കാരണം ഇതിപ്പോ ശാസ്ത്രീയാവൊന്നും പറഞ്ഞില്ലല്ലോ. ഈ എള്ളിന്റെ നെയ്യ്, അതായത് എണ്ണ, വായയിൽ കുറച്ചു നേരം ഒഴിക്കുക. അത് പെട്ടെന്ന് തുപ്പിക്കളയരുത്. അത് ഒരു 16 മിനിറ്റ് വായയില് തുപ്പാതെ വെക്കണം. എളുപ്പമുള്ള കാര്യം അല്ല. ഒന്നാമത് 16 മിനിറ്റ് വരുമ്പോഴേക്കും ഇവിടെ ഒരുവിധക്കാർക്ക് ഫോൺ ബെല്ലടിക്കുമല്ലോ. ഒന്നുകിൽ ഫോൺ ബെല്ലടിക്കും, അല്ലെങ്കിൽ പുറമേ നിന്ന് ആരെങ്കിലും വരും, നമ്മക്കെന്നെ തിരക്കുണ്ടാവും. 16 മിനിറ്റ് വായൽ വെക്കണം. 16 മിനിറ്റ് വായൽ വെച്ചിട്ട് അതങ്ങോട്ട് തുപ്പി കളയണം. പിന്നെ വായ വെള്ളം കൊണ്ട് കഴിയാലും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ രക്തത്തില് നെഗറ്റീവ് വശങ്ങള് ഈ നല്ലെണ്ണ വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. സിദ്ധവൈദ്യമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തുമ്പോൾ അതിൽ ഗവേഷണം നടത്തുന്നവരിൽ ഒക്കെ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇത് എത്രയുണ്ട് പ്രത്യക്ഷമാണെന്ന് അറിഞ്ഞുകൂടാ. കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ, കർണാടകത്തിലും
തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും ഇത് ചെയ്യുന്നവർ ഉണ്ട്. നമ്മുടെ ബുദ്ധി ശരിയായിട്ട് വരുന്നില്ല, രോഗങ്ങൾ വരികയാണ്, ഒന്നും മൂട് കിട്ടുന്നില്ല, എന്തോ ഒന്ന് രാവിലെ മുലക്കേ ഉറക്കം തോന്നുകയാണ്. ഇതിനൊക്കെ നല്ലത് ഈ നല്ലെണ്ണ വായിലൊഴിക്കുകയും 16 മിനിറ്റ് നേരം തുപ്പിക്കളയാൻ നോക്കുകയും അതുകൊണ്ടൊരു ഗുണമുണ്ടോ? ഇന്ന സൂക്കട് മാറുമെന്നുള്ള ചോദ്യം ചോദിക്കരുത്. ദക്ഷിണേന്ത്യയിലത്തെ വലിയൊരു സിദ്ധൻ തമിഴ്നാട്ടുകാരൻ എന്നോട് പറഞ്ഞാണ്, ആവശ്യക്കാരൊന്ന് പരീക്ഷിച്ചു നോക്കാന്നല്ലാതെ താത്തയുടെ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ വർഷം മുമ്പ് ആചാര്യന്മാര് പറഞ്ഞാണ് വേണമെങ്കിൽ നോക്കി. അങ്ങനത്തെ ഒരു 10,000 കാര്യമുണ്ട്. അത് അശാസ്ത്രീയമാണ്. നമുക്ക് അറിയാത്തൊക്കെ അശാസ്ത്രീയം. അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വിവരമില്ലാത്ത കാര്യം. അത് അശാസ്ത്രീയം, തെളിയിക്കപ്പെട്ടിട്ടില്ല. ശരീരത്തിന് നല്ല ഉന്മേഷം കൂട്ടാൻ, രക്തം ശുദ്ധീകരിക്കാൻ അത് വളരെ നല്ലതാണ്. പൊതുവെ രക്തം ശുദ്ധീകരിക്കേണ്ട ആവശ്യം വരുന്ന, ജീവിതത്തിൽ പല കാര്യവും നെഗറ്റീവായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാനിത് പറഞ്ഞു. സംശയം ഒന്നേ ഉള്ളൂ. പണ്ട് ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ മുന്തിരി തിന്നാന്ന് ഗുരു പറഞ്ഞു. ശിഷ്യന് ഒരു സംശയമുണ്ട്, എത്ര മുന്തിരി തിന്നാന്ന്. അല്ലാതെ ഭഗവത്ഗീത ഏതൊക്കെ വായിക്കാന്നല്ല. എന്താ ഈ 16 മിനിറ്റിന്റെ കണക്ക്? 5 മിനിറ്റ് കഴിഞ്ഞ് തുപ്പിക്കളഞ്ഞ എന്താ കുഴപ്പം? ശാസ്ത്രീയത അനുസരിച്ച് രക്തം ഒരു തവണ തുപ്പി വരാൻ 16 മിനിറ്റ് വരും എന്നാണ് ഇതിനെപ്പറ്റി അറിയുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇങ്ങനെയൊക്കെ അല്ല എന്ന് പറയുന്നവരുണ്ട്, സിദ്ധവൈദ്യക്കാരൻ പറയുന്നത്. അപ്പൊ വായിലിത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് സർക്കുലേഷൻ നടന്നതിന് ശേഷം ഒരു കംപ്ലീറ്റ് റൗണ്ട് ആവാൻ 16 മിനിറ്റ് വേണം എന്നാണ് പറഞ്ഞത്. 16 മിനിറ്റ് കഴിഞ്ഞ് തുപ്പിക്കളയാം. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. അതൊക്കെ അശാസ്ത്രീയം എന്ന് പറഞ്ഞ് തള്ളുന്നവർക്ക് തള്ളാം. എപ്പോഴും പുതിയൊരു അറിവ് നമുക്ക് കിട്ടുന്നത് അശാസ്ത്രീയം എന്ന് പറയുന്നതാണ്. തുടർന്ന് ക്ഷേത്രങ്ങളിൽ പോലെ നല്ലെണ്ണ എന്നുള്ളത് കിട്ടും. ക്ഷേത്രങ്ങളിൽ പോയാൽ നാം ഇഷ്ടപ്പെട്ട ദേവതയുടെ ക്ഷേത്രത്തിലാണല്ലോ പോകുന്നത്. എല്ലാ അമ്പലമൊന്നല്ല. നമുക്കൊരു ഇഷ്ടദേവത ഉണ്ടാവും. ആ ഇഷ്ടദേവത അവിടെ പോയാൽ ഒരു 48 മിനിറ്റ് നമ്മൾ അവിടെ ഉണ്ടാകണം എന്ന് പറയുന്ന ആചാര്യന്മാരുണ്ട്. അവിടെ പോയി എനിക്ക് ഉടനെ പോണേ, ബസ്സിന് പോകണം. അവിടെ നിന്ന് പോയിട്ട് കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കേട്ടോ, എല്ലാം ശരിയായിട്ട് തന്നെ ഭഗവാനെ. പെട്ടെന്ന് പോയാൽ ശരിയാവില്ല. പെട്ടെന്ന് തൊഴാൻ സൗകര്യം കിട്ടും. അപ്പൊ പുതിയ ടെക്നിക്കും ഉണ്ട്. പൈസ അടച്ചാൽ നിങ്ങളുടെ ആദ്യം കയറി തൊഴിൽക്കോളി. 1000 റുപ്യ 2000 റുപ്യയൊക്കെ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ തൊഴിലിന് അപ്പൊ തന്നെ പോരാമല്ലോ. ഇഷ്ടദേവതയുടെ സാന്നിധ്യത്തിൽ 48 മിനിറ്റ് നമ്മൾ ഒരിടത്ത് ഇരിക്കണം. ചിലപ്പോൾ തൊഴുത് കഴിയുമ്പോ പെട്ടെന്ന് തൊഴുത് വരും. 48 മിനിറ്റ് ഒരിക്കൽ ഇരിക്കണം എന്ന് പറയുന്നവരുണ്ട്. ഞാനിരിക്കാറുണ്ട്. മൂകാംബിയിൽ പോയാൽ കർത്തവ്യ മണ്ഡപത്തിൽ ഇരുന്നത് ഒരു 48 മിനിറ്റ് നമ്മൾ അവിടെ ഉണ്ടാകും. ഒരു തവണത്തെ രക്തചംക്രമണത്തിന്റെ കാര്യം 16 മിനിറ്റ് ആണെങ്കിൽ ഈ തത്വചിന്തയുടെ രീതി വെച്ച് നോക്കിയാൽ 3 തവണ കിട്ടണമല്ലോ ക്ഷേത്രം. ആ 3 തവണ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3നെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. 3 തവണ എന്ന് പറഞ്ഞു. ക്ലാസ് എടുക്കണം. പൂരകം, കുംഭകം, ഏകകം, അത് 3 കണക്ക്. അപ്പൊ 16 3
48 എന്ന രീതിയിൽ ആ കണക്ക് ശരിയാണ്. പൊതുവെ ആചാര്യന്മാര് പറഞ്ഞത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ഇന്നും ഏറ്റവും അധികം ചിന്താശക്തിയുള്ള വ്യക്തികൾ ഭാരതത്തിലുണ്ട്. മെയിൻ സ്ട്രീമിൽ അവരെ കാണില്ല, അവര് തർക്കിക്കാൻ പറ്റില്ല, അവര് വേറെ ആൾക്ക് മറുപടിയും കൊടുക്കില്ല. അനുഭവത്തിൽ നിന്ന് അവരിതൊക്കെ പറയും. നല്ലണ്ണയുടെ ശക്തി പറയും. ആ കുറച്ചു നേരം നമ്മള് ശരീരത്തെ പൊത്തിയേക്കാൻ ഗുണം ചെയ്യുന്ന പോലെ അമ്പലങ്ങളിൽ എന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ട ദേവാലയത്തിൽ ഇഷ്ടപ്പെട്ട ഒരു മൂർത്തി എല്ലാവർക്കും ഉണ്ടാവില്ല. അവിടെ പോയാൽ പെട്ടെന്ന് തൊഴുത് കഴിഞ്ഞാലും ഒരു 48 മിനിറ്റ് ആവുന്നതുകൊണ്ട് അവിടെ ഇരിക്കണം എന്നാണ് ഞാൻ പറയാ. എനിക്ക് ആ സ്ഥലമുണ്ടെങ്കിൽ നിൽക്കണമെന്നല്ല. കാരണം നിൽക്കുമ്പോ അത് സ്പീഡ് എന്ന് പറയും, സ്പീഡും ഭയവും ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുകയും. ധന്യമേദിനം ആധികാരികമായിട്ടുള്ള പ്രഭാഷണമല്ല, ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചില ചിന്തകള് ചിന്തിക്കാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ചിന്തിക്കാനായി വിട്ടു തന്നുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു.